ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പിൻ്റെ 32-ാം ദിവസമായ ഇന്ന് സഭയായി നാം ചിന്തിക്കുന്നതായ ചിന്താവിഷയം ക്രിസ്തു രക്ഷയുടെ കൂടാരം എന്നുള്ളതാണ്. അതിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങളാണ്. ലൂക്കോസ് 19-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 10-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. യേശുവിൻ്റെ യാത്രയിൽ യേശു യെരീഹോവിലെത്തി കടന്നു പോകുമ്പോൾ സക്കായി എന്ന മനുഷ്യനുമായി കണ്ടുമുട്ടുന്നതും അത് സക്കായിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതായ മാറ്റത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും ഒരു വിവരണമാണ് ഈ ഒരു വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. നമുക്കേവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇത്. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ സക്കായി ധനികനും ചുങ്കക്കാരിൽ പ്രമാണിയുമായിരുന്നു. പണമുണ്ടായിരുന്നു, അധികാരവും ഉണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ജീവിത അനുഭവങ്ങളിൽ ചിലത് സക്കായിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിരുന്നു. അത് എന്താണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ആ സമൂഹത്തിൽ പണവും അധികാരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും സമൂഹത്തിൽ ഒരു നോബഡിയായി ജീവിക്കേണ്ടി വന്നതായ ഒരു മനുഷ്യനാണ് സക്കായി. കാരണം നമുക്കറിയാം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ചുങ്കക്കാരെന്ന് പറയുന്നത് അവർക്ക് പാപികളായ മനുഷ്യരുടെ ഗണത്തിൽ വരുന്നതായ വിഭാഗമാണ്. ആയതിനാൽ തന്നെ യഹൂദന്മാർ സക്കായിയോട് യാതൊരു തരത്തിലുള്ളതായ സമ്പർക്കത്തിനോ സ്നേഹ സംഭാഷണങ്ങൾക്കോ ബന്ധത്തിനോ മുതിർന്നിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഹൂദേതരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പണം അപഹരിക്കുവാനായിട്ട് വരുന്ന ചുങ്കക്കാരുടെ നേതാവാണ് സക്കായി. അങ്ങനെ സാധാരണക്കാരായ മനുഷ്യരും സക്കായിൽ നിന്ന് ഒരു കൈ അകലം പാലിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അങ്ങനെ സമൂഹത്തിൽ ധനമുണ്ടെങ്കിലും അധികാരങ്ങളുണ്ടെങ്കിലും ബഹുമാനമില്ലാതെ മറ്റുള്ളവരുടെ സ്നേഹമോ മറ്റുള്ളവരോടൊന്ന് സംസാരിക്കുവാനോ പോലും സാധിക്കാതെ ജീവിച്ചിരുന്നതായ കുറേ ജീവിതങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് വേണം സക്കായിയെ നാം മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അരികുകളിലേക്ക് തള്ളപ്പെട്ടതായ ജീവിതങ്ങളിൽ ഒന്നായിരുന്നു സക്കായിയുടെയും. സക്കായിയുടെ ഭവനത്തിൽ അന്ന് വരെ വലിയ ആളും അനക്കവുമൊന്നും ഉണ്ടായിരുന്നില്ല. സക്കായിയുടെ ഭവനത്തിലേക്ക് ആരും അങ്ങനെ കടന്ന് ചെന്നിരുന്നും ഇല്ലായിരുന്നിരിക്കാം. എന്നാൽ സക്കായിക്കുണ്ടാകുന്നതായ ഒരു മാറ്റം ഇവിടെ നമുക്ക് 3-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സക്കായിയുടെ ജീവിതത്തെപ്പറ്റി ഇവിടെ പറയുന്നത് യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ സക്കായി ശ്രമിച്ചു എന്നാണ്. ഞാനതിനെ മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, യേശുവിനെ പറ്റി വാമൊഴിയായി കേട്ട കാലം മുതലേ യേശു ആരാണ്, യേശു എന്താണ്, യേശു നൽകുന്നതായ രക്ഷയുടെ അനുഭവവും സ്നേഹത്തിൻ്റെ അനുഭവവും എന്താണ് എന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ളതായ നിരന്തരമായ ഒരു ശ്രമം സക്കായിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ മുതലാണ് സക്കായിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആരംഭിക്കുന്നത്. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ക്രിസ്തുവിനെ കൂടുതലായി രുചിച്ചറിയുവാനായിട്ടുള്ളതായ ഒരു ആത്മാർത്ഥമായ ശ്രമം എൻ്റെയും നിങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? പ്രത്യേകിച്ച് ഒരു നോമ്പ് കാലങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ വചന ധ്യാനത്തിനായിട്ട്, പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു സമയം മാറ്റിവെക്കുവാനായിട്ട്, അത്തരത്തിൽ ക്രിസ്തുവിങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട്, ക്രിസ്തുവിനെ കൂടുതൽ രുചിച്ചറിയുവാനായിട്ടുള്ളതായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് ഇന്ന് സക്കായി നമ്മോട് ചോദിക്കുകയാണ്. എന്നാൽ സക്കായിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളതായ ഒരു ശ്രമം സക്കായിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എങ്കിൽ പോലും ക്രിസ്തുവിങ്കിൽ നിന്ന് സക്കായിയെ അകറ്റുന്നതായ ചില ഘടകങ്ങളെയും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 3-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്ത് പറയുന്നുണ്ട്, വളർച്ചയിൽ കുറിയവനാണ്, ധാരാളം പുരുഷാരം അവിടെയുണ്ട്. ഇതുകൊണ്ടൊക്കെ ക്രിസ്തുവിനെ അല്ലെങ്കിൽ യേശുവിനെ നേരിട്ട് കാണുവാനായിട്ട്, സംസാരിക്കുവാനായിട്ട് സക്കായിക്ക് പ്രതിബന്ധങ്ങളായിട്ട് ഇവയൊക്കെ നിൽക്കുകയാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളിലും ക്രിസ്തുവിങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നതായ ധാരാളം ഘടകങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അത്തരം പ്രതിബന്ധങ്ങളെയും പ്രതികൂലങ്ങളെയും ധൈര്യപൂർവ്വം അതിജീവിക്കുവാൻ, അത്തരത്തിലുള്ളതായ അനുഭവങ്ങൾക്ക് മുൻപിൽ മുട്ടുമടക്കാതെ ക്രിസ്തുവിൻ്റെ അരികിൽ തന്നെ ഉറച്ചു നിൽക്കുവാനായിട്ടുള്ളതായ
ഒരു എഫേർട്ട് എൻ്റെയും നിങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് സക്കായി പഠിപ്പിക്കുകയാണ്. ഇവിടെയും ആ പ്രതികൂലങ്ങൾക്ക് നടുവിൽ, ആ പ്രതികൂലങ്ങളുടെ മുൻപിൽ പതറിപ്പോകാതെ സക്കായി ചില സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് യേശുവിൻ്റെ അരികിൽ തന്നെ നിൽക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. 4-ാമത്തെ വാക്യം പറയുന്നുണ്ട്, അവൻ മുൻപോട്ട് ഓടി ഒരു കാട്ടത്തിയുടെ മുകളിലേക്ക് കയറുകയാണ്. അവൻ അവിടെ ഉണ്ടായിരുന്നതായ പ്രതിസന്ധികളെ വകവെക്കാതെ അതിനെ തരണം ചെയ്ത് ക്രിസ്തുവിനോടൊന്ന് സംസാരിക്കുവാനായിട്ട്, അല്പസമയം ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് ഉള്ളതായ ഒരു കൊതി അവനിൽ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതാനുഭവങ്ങളിലും പ്രതിബന്ധങ്ങൾ വരുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് ഓടി മാറുവാനായിട്ടല്ല, ക്രിസ്തുവിങ്കിലേക്ക് കുറച്ചുകൂടി അടുക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഇടയായിത്തീരണം. അവിടെ മുതൽ സക്കായിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആരംഭിക്കുകയാണ്. യേശു വന്ന് അവനെ കാണുന്നു, അവനോട് പറയുകയാണ്, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഇത് കേൾക്കുന്നതായ സക്കായി വളരെ സന്തോഷത്തോടെ, വളരെ ബന്ധപ്പെട്ടാണെങ്കിൽ പോലും ഇറങ്ങി വന്ന് യേശുവിനോട് സംസാരിക്കുന്നതാണ് 5-6 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവൻ്റെ ഭവനത്തിൽ ആളും ആരവങ്ങളും ഒന്നും ഇല്ലാതിരുന്നതായ ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ യേശു ഇന്ന് ആ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആളും അനക്കവും ആരവങ്ങളും ഉണ്ടാവുകയാണ്. ആരാലും സ്നേഹിക്കപ്പെടാതെ ഇരുന്നതായ ഒരു ഭവനം, ഒരു വീട്, ഒരു മനുഷ്യൻ ഇന്ന് കുറേ പേർ അവനെ സ്നേഹിക്കുവാനായിട്ട് ഉണ്ടാവുകയാണ്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അരികുകളിലേക്ക് തള്ളപ്പെടേണ്ടി വന്നതായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഇന്ന് യേശു വന്ന് ചേർത്ത് പിടിക്കുമ്പോൾ യേശുവിനോടൊപ്പം യേശുവിൽ വിശ്വസിച്ചിരുന്നതായ ശിഷ്യന്മാരും യേശുവിൻ്റെ അനുയായികളും ആ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്, അവനെ ചേർത്ത് പിടിക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുകളിലും ഇത്തരത്തിൽ പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, സമൂഹത്തിൽ ഒരു നിലയും വിലയും ഇല്ലാതെ സമൂഹത്തിൻ്റെ അരികുകളിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നതായ ധാരാളം വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു തമ്പുരാൻ സക്കായിയെ ചേർത്ത് പിടിച്ചതുപോലെ അവരെ ചേർത്ത് പിടിക്കുവാനായിട്ടുള്ളതായ ഒരു വലിയ ഉത്തരവാദിത്വവും ദൗത്യവും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഈ നോമ്പ് നാളുകളിൽ അത്തരത്തിലുള്ളതായ ജീവിതങ്ങളെ കണ്ടുപിടിക്കുവാൻ, അവരെ ചേർത്ത് പിടിച്ച് നിർത്തുവാൻ, രക്ഷയുടെ കൂടാരമാകുന്ന ക്രിസ്തുവിങ്കിലേക്ക് അവരെ കൂടി ഒന്ന് അടുപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നാം നമ്മുടെ ഹൃദയങ്ങളോട് തന്നെ ചോദിക്കേണ്ടുന്നതായ ഒരു ചോദ്യമാണ്. ഈ ഭവനത്തിലെത്തുന്നതായ യേശു ഉപാധികളില്ലാതെ സക്കായിയോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുകയാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം പങ്കുവെക്കുകയാണ്. ഇതൊന്നും ആ വീടിന് പതിവുള്ളതായ അനുഭവങ്ങളായിരുന്നില്ല. നേരത്തെ ഉറങ്ങിപ്പോയിരുന്നതായ ആ വീട് ഇപ്പോൾ അനക്കം വെച്ച് പുതിയ അനുഭവങ്ങളിലേക്ക് വളരുകയാണ്. ആധ്യാത്മികമായ തലങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഭൗതികമായ തലങ്ങളിൽ നിന്നുകൊണ്ടുകൂടി ചിന്തിക്കുമ്പോൾ ഈ സക്കായിക്ക് ആ സമൂഹത്തിൽ ഇന്ന് വരെ കിട്ടാതിരുന്നതായ നിലയും വിലയും ബഹുമാനവും ഇവിടെ കിട്ടുകയാണ്. തീർച്ചയായിട്ടും ക്രിസ്തു എന്ന രക്ഷയുടെ കൂടാരത്തിന് അരികിലേക്ക് വരുമ്പോൾ, ആ കൂടാരത്തിൻ്റെ മറവിൽ നമ്മളായിരിക്കുമ്പോൾ ആത്മീയമായും ഭൗതികമായും ഒരുപോലെ നാം അനുഗ്രഹിക്കപ്പെടും, രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം ചേർക്കപ്പെടുമെന്ന് ഈ വാക്യങ്ങൾ, ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ സക്കായിക്ക് യേശു നൽകുന്നതായ ഒരു പദവി, ഒരു പേര് എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ മകൻ എന്നതായ ഒരു വലിയ പദവിയാണ്. ആ സമൂഹത്തിൽ ഒന്നുമല്ലാതെ ജീവിച്ചിരുന്നതായ, ആ സമൂഹത്തിൻ്റെ അരികുകളിൽ മാത്രം നിന്നിരുന്നതായ സക്കായി എന്ന് പറയുന്നതായ മനുഷ്യനെ ആ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ആ സമൂഹത്തിൽ ഒരു വലിയ പദവി നൽകി അംഗീകരിക്കുവാനായിട്ട് യേശു തമ്പുരാൻ തയ്യാറാവുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നാം നോക്കുമ്പോൾ സമൂഹം തള്ളിക്കളഞ്ഞതായ അനേക വ്യക്തികളെ, ജീവിതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ നോമ്പ് നാളുകളിൽ അവരെ ചേർത്ത് പിടിക്കുവാൻ, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ, അവർക്ക് നിലയും വിലയും ബഹുമാനവും നൽകുവാൻ പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ അനുയായികളായ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഈ രക്ഷയുടെ അനുഭവത്തിൽ എത്തിച്ചേർന്നവരാണ്, ഈ രക്ഷയുടെ കൂടാരത്തിനുള്ളിൽ പാർക്കുന്നവരാണ്. 10-ാമത്തെ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഈ സമൂഹത്തിൽ കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുക എന്നുള്ളതായ ഒരു വലിയ ദൗത്യം, ഒരു വലിയ ഉത്തരവാദിത്വം എന്നിലും നിങ്ങളിലും ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടി ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.